നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. Thinking about buying, building, or investing in property? Discover everything you need at the Cardinia Real Estate Exhibition, your local property event under one roof. Meet trusted builders, developers, agents, and finance experts, and explore the latest homes and investment opportunities. Join us Saturday, 14th March, at the Cardinia Cultural Centre in Pakenham from 9 a.m. to 5 p.m. Free entry. Register now at nearestate.com. We'll see you at the Cardinia Real Estate Exhibition. സിറിയയിലെ ദരങ്കൽ പാളയങ്ങളിൽ കഴിയുന്ന IS ബന്ധമുള്ള സ്ത്രീകളെയും കുട്ടികളെയും തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇവരുടെ പുനരധിവാസവും സുരക്ഷാ പരിശോധനകളും സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കുവാൻ അധികൃതർ നിർദ്ദേശം നൽകി. സിറിയയിലെ അൽറോജ് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന 34 ഓസ്ട്രേലിയൻ പൌരന്മാരെയാണ് ഉടൻ നാട്ടിലെത്തിക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇവർ സിഡ്നി ഉൾപ്പെടുന്ന ന്യൂ സൌത്ത് വെയിൽസ് മേഖലയിൽ താമസമാക്കുവാൻ സാധ്യതയുള്ളതിനാലാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്. മടങ്ങിയെത്തുന്നവരുടെ ആരോഗ്യ പരിശോധന, കുട്ടികളുടെ വിദ്യാഭ്യാസം, കൌൺസിലിംഗ് എന്നിവ ഉറപ്പാക്കുവാൻ വിവിധ സർക്കാർ ഏജൻസികൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അതേസമയം ഇവരുടെ മടങ്ങിവരവ് സമൂഹത്തിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ ഫെഡറൽ പോലീസും ഇന്റലിജൻസ് ഏജൻസികളും കർശന നിരീക്ഷണം നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ട്രംപ് ഓർഗനൈസേഷൻ ക്വീൻസ്ലാൻഡിൽ അത്യാധുനിക ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും പ്രശസ്തമായ കടൽ തീര നഗരമായ ഗോൾഡ് കോസ്റ്റിൽ ആഡംബര ഹോട്ടലും അപ്പാർട്ട്മെന്റ് സമുച്ചയവും നിർമ്മിക്കുവാനാണ് ട്രംപ് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായതായും പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ആരംഭിച്ചതായും സൂചനകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ തന്നെ ട്രംപ് കുടുംബത്തിന്റെ ബിസിനസ് ഗ്രൂപ്പ് ഓസ്ട്രേലിയയിൽ ഇത്ര വലിയൊരു നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമായ ഓസ്ട്രേലിയയിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്തിനും വലിയ ഉണർവ് ലഭിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകമെമ്പാടുമുള്ള പ്രമുഖ നഗരങ്ങളിൽ ട്രംപ് ടവറുകൾ ഉണ്ടെങ്കിലും ഓസ്ട്രേലിയയിലെ ആദ്യത്തെ സംരംഭമായിരിക്കും ഇത്. ക്വീൻസ്ലാൻഡ് സർക്കാരിന്റെയും പ്രാദേശിക കൌൺസിലിന്റെയും അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് വിവരം. സിഡ്നിയിൽ കാണാതായ 78-കാരൻ ക്രിസ് ബാക്സാരിയസിനായുള്ള തിരച്ചിൽ മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി സിഡ്നിയിലെ വടക്കു പടിഞ്ഞാറ് മേഖലയായ ഗ്ലെനോറി വനപ്രദേശങ്ങളിൽ പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച വെസ്റ്റ് റൈഡിലെ വീട്ടിൽ നിന്നും കാണാതായ ക്രിസ് ബാക്സാരിയനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പോലീസ് വനമേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയത്. ദുർഘടമായ വനപ്രദേശത്ത് 100-ലധികം പോലീസുകാരും ഡോഗ് സ്ക്വാഡും ഹെലികോപ്റ്ററുകളും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. വിക്ടോറിയ സംസ്ഥാനത്തെ ആരോഗ്യമേഖല സ്തംഭനത്തിലേക്ക്. ശമ്പള വർധനവും ജോലി സാഹചര്യങ്ങളും സംബന്ധിച്ച് ചർച്ചകൾ പരാജയപ്പെട്ടാൽ സംസ്ഥാനത്തെ ഡോക്ടർമാർ പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകി. ഡോക്ടർമാരും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പ്രതിസന്ധിയിലായതോടെയാണ് ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരും ആഴ്ചകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു. പ്രധാനമായും ശമ്പള പരിഷ്കരണം, അമിത ജോലിഭാരം കുറയ്ക്കുക, മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പണപ്പെരുപ്പം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ ശമ്പളം അപര്യാപ്തമാണെന്നും ഡോക്ടർമാരുടെ കുറവ് മൂലം നിലവിലുള്ളവർ വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. Planning to buy your dream jewelry the smart way? Introducing our jewelry purchase program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. After the final payment, you will also receive an exciting gift voucher. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the jewelry purchase program. Enroll today. നോർത്തേൺ ടെറിട്ടറിയിൽ കനത്ത മഴയെ തുടർന്ന് ജനജീവിതം ദുസ്സഹമാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്ന് നോർത്തേൺ ടെറിട്ടറിയിലെ പ്രധാന പാതകളെല്ലാം വെള്ളത്തിനടിയിലായി. ഇതേ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബാക്കി ഹൈവേ ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകൾ അടച്ചിട്ടതോടെ പല ഉൾനാടൻ ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പ്രദേശത്തെ കന്നുകാലി ഫാമുകളും വീടുകളും വെള്ളത്തിനടിയിലായതായി റിപ്പോർട്ടുകളുണ്ട്. പലയിടങ്ങളിലും റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വെള്ളപ്പൊക്കം കാർഷിക മേഖലയ്ക്കും കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുവാൻ സാധ്യതയുള്ളതിനാൽ
ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ യാത്രാപാതകളിലൊന്നായ സിഡ്നി ന്യൂകാസിൽ റൂട്ടിൽ ഹൈസ്പീഡ് റെയിൽവേ യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടുന്നു. 10 വർഷത്തിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനാണ് ഹൈസ്പീഡ് റെയിൽവേ അതോറിറ്റി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടമായി ടെഗഡയ്ക്കും ഗ്ലെൻഡെയിലിനും ഇടയിലുള്ള പാതയുടെ നിർമ്മാണത്തിനാണ് മുൻഗണന നൽകുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ സിഡ്നിക്കും ന്യൂകാസിലിനും ഇടയിലുള്ള യാത്രാ സമയം വെറും 45 മിനിറ്റായി കുറയും. നിലവിൽ ഇതിന് 2 മണിക്കൂറിലധികം സമയമാണ് എടുക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണത്തിനായി സർക്കാർ കോടിക്കണക്കിന് ഡോളർ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പ്രാദേശിക സാമ്പത്തിക മേഖലയ്ക്കും ഈ പദ്ധതി വലിയ ഉണർവ് നൽകുമെന്ന് ഗതാഗത മന്ത്രി കാതറിൻ കിങ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ 55 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബ്രിട്ടീഷ് പെൺകുട്ടി ഷെറിൻ ഗ്ലെമറുടെ കേസ് വീണ്ടും അന്വേഷിക്കാൻ അധികൃതർ ഒരുങ്ങുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കേസ് പുനഃപരിശോധിക്കുവാനുള്ള പ്രോസിക്യൂഷൻ തീരുമാനത്തെ പെൺകുട്ടിയുടെ കുടുംബം സ്വാഗതം ചെയ്തു. 1970 ജനുവരിയിൽ വൊളാംകോയിലെ ഫെയർ മെഡോ ബീച്ചിൽ നിന്നാണ് 3 വയസ്സുകാരിയായ ഷെറിൻ ഗ്ലിമറെ കാണാതാകുന്നത്. വർഷങ്ങളോളം നടത്തിയ വിപുലമായ തെരച്ചിലുകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലും കുട്ടിയെ കണ്ടെത്തുവാനായിരുന്നില്ല. 2017 ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചതോടെ വിചാരണ തടസ്സപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കേസിൽ പുതിയ സാക്ഷികളും തെളിവുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ കേസ് വീണ്ടും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഷെറിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. സാധാരണഗതിയിൽ ഒരു കേസ് പുനഃപരിശോധിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയപരിധി കഴിഞ്ഞെങ്കിലും ഈ കേസിലെ സങ്കീർണത കണക്കിലെടുത്ത് പ്രത്യേക ഇളവ് നൽകുവാനാണ് തീരുമാനം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിനാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. വയനാട് ടൌൺഷിപ്പ് ഉദ്ഘാടനം നീട്ടി. താക്കോൽദാനം മാർച്ച് 1 മാറ്റി. നേരത്തെ നിശ്ചയിച്ചിരുന്നത് മറ്റന്നാൾ നടത്തുവാനായിരുന്നു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കേരളം ഒറ്റക്കെട്ടായി പടുത്തുയർത്തിയ പുനരധിവാസ ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടം ഫെബ്രുവരി 25 ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. 2024 ജൂലൈ 30 മഹാദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ ഒരുക്കിയ 178 വീടുകളാണ് നാടിന് സമർപ്പിക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.